പോലീസുകാരോട് ഡ്യൂട്ടി ചെയ്യാൻ വന്ന തടസ്സം നിൽക്കല് മാറിക്ക അങ്ങോട്ട്. WPC. താൻ എവിടെയാണോ താമസിക്കുന്നത്? സ്ഥിരമായിട്ട് ഇവിടെ അല്ല സാർ, വല്ലപ്പോഴൊക്കെ ഇവിടെ തങ്ങാറുണ്ട്. ഇന്ന് മുഴുവൻ സമയം താനോട് ഉണ്ടായിരുന്നോ? ഞാനിപ്പോ മാഡം വിളിച്ചു പറഞ്ഞപ്പോ ഇങ്ങ് എത്തിയുള്ളൂ. ഇവരാരാ? എന്റെ അമ്മയോ? അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ, അത്രേ ഉള്ളൂ സാർ. പോലീസുകാരോട് പറയുമ്പോ കൃത്യമായിട്ടൊക്കെ പറയണ്ട മോളെ. അമ്മയെ പോലെ ഇവരുടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണോ? അതെ സാർ. എന്താ നിങ്ങളുടെ പേര്? തങ്കവെന്ന സാർ. ശരിക്കുള്ള പേര് ശാന്തി എന്നാണ് സാർ. ശരിക്കുള്ള പേര് ശാന്തി, ഇപ്പൊ തങ്കം. അതെന്താ അങ്ങനെ ഒരു പേരുമാറ്റത്തിന് പിന്നില്? അത് സാർ, അമ്മ മുമ്പ് പല സ്ഥലങ്ങളിലായിട്ട് താമസിച്ചപ്പോ. പല സ്ഥലങ്ങളിൽ പല പേരിൽ താമസിക്കുന്നത് കുറ്റകരമല്ലേ? പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് പണം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയില്ലല്ലോ. ആദ്യം ഞങ്ങൾക്ക് ഈ വീട് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യണം. അതെ, താനോടെ തങ്ങുമ്പോൾ താമസിക്കുന്ന മുറിയതാ. അയ്യോ സാർ, മൂർത്തിയെ സംശയിക്കണ്ട. ഒരു പരാതി കിട്ടിയാ ആരും സംശയിക്കണ്ടെന്ന് നിങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെ മുറിയതാ. സാർ അതാണ്. ഇവര് രണ്ടുപേരും ഏത് മുറിലാണ് താമസിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം സാർ, മോളിലാ. ഈ ബാഗ് ആരുടെന്ന് പറഞ്ഞേ? അതെന്റെയാ സാർ. തുറക്ക്. തുറക്കാൻ. എന്താ സാർ, ഈ പണം എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല അല്ലേ? ഇതിനാണ് നിങ്ങൾ പോലീസിനെ ബുദ്ധിമുട്ടിച്ചത്. ഇത് നിങ്ങൾക്ക് തന്നെ കാര്യം ചെക്ക് ചെയ്യായിരുന്നില്ലേ? സാർ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല സാർ. എപ്പോഴാ പണം എടുത്ത് മാറ്റിയത്? എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ എടുത്തിട്ടില്ല സാർ. ഇത് എന്റെ ബാഗിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. ഇത് അമ്മയോട് ചതിച്ചതാ. ചതിച്ചു എന്ന് പറഞ്ഞ ഈ വീട്ടിലുള്ള ആരോ? ഒന്നെങ്കിൽ ഇവര് അല്ലെങ്കിൽ ഇയാള്. ആരോപണം എന്താണെന്ന് കേട്ടല്ലോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സാർ, എന്റെ പണം അവളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യം എനിക്കുണ്ടോ?
ഇതെന്റെ അനിയൻകുട്ടനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു വെച്ച പണം അത്. ഞാനായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ സാർ? ഞാനിവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞല്ലോ സാർ. കേട്ടല്ലോ, സത്യവതിയുടെ മൊഴിയിൽ നിന്ന് പണം കൈക്കലാക്കി ബോധപൂർവം നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ചതാണ്. അല്ല സാർ, ഞാൻ ഇന്ന് വരെ ഒരാളുടെ ഒരു പൈസ പോലും ആഗ്രഹിച്ചിട്ടില്ല സാർ. ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് എനിക്ക് അറിയില്ല സാർ. സാർ, ചതിച്ചതാണെന്ന വാദം ഞാൻ അംഗീകരിക്കാം. പക്ഷേ ചതിച്ചത് ആരാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ മാത്രം എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. അയ്യോ അരുത് സാർ, അങ്ങനെ ചെയ്യരുത്. അമ്മായി, അമ്മായി, അമ്മ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അമ്മ കൊണ്ടുവരുതെന്നൊന്ന് പറ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരല്ലേ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പണം നിങ്ങളെ അടുത്തെന്ന് സമ്മതിച്ചാ പിന്നെ തീരുമാനം അവരുടേതാ. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എന്റെ തീരുമാനം നടക്കും. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഇല്ല സാർ, ഞാൻ എടുത്തിട്ടില്ല. ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. അവിടെ ചെന്നിട്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. അയ്യോ അരുത് സാർ, അരുത്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാ. അമ്മയെ വിഷമിപ്പിക്കരുത് സാർ. മാറി നിൽക്കോട്ട്. പോലീസുകാർക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ട് അതിന് നടപടി എടുത്തില്ലെങ്കിൽ അതിന് വിമർശനം. പോലീസുകാരോട് ഡ്യൂട്ടി ചെയ്യാൻ വന്ന തടസ്സം നിൽക്കല്. മാറിക്കങ്ങോട്ട്. WPC. കൊണ്ടുപോയല്ലേ സാർ? കൊണ്ടുപോവാൻ അമ്മായി, അവരോട് അമ്മയെ വിടാൻ പറ അമ്മായി. അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. എന്റെ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു പോവും അമ്മായി. എനിക്കിവിടെ സ്വസ്ഥായിട്ട് ജീവിക്കണ്ടേ? സമ്പത്തിനും ജീവനൊന്നും വിലയില്ലാതെ ഇവിടെ എങ്ങനെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ പറ്റും? കൊണ്ടുപോട്ടെ, അനിയൻ സാറിന്റെ ആരുമല്ലല്ലോ. എന്റെ അമ്മയാ. മോളെ കൃഷ്ണൻ, അനിയൻ നിന്നെ അവളെ ഏൽപ്പിച്ചു എന്നുള്ളത് സത്യ. നിന്നെ അവള് കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കിയിട്ടുണ്ട്. അതിന്റെ കൂലിയാ അവളിപ്പോ തട്ടിപ്പറിച്ചെടുക്കുന്നത്. മകളെ വളർത്തിയതിന്റെ പേരില് അനിയൻ സാറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭീമമായിട്ട് വാങ്ങാന്ന് കരുതിയിട്ടുണ്ടാവും.